കഴിഞ്ഞ ദിവസം രാത്രി കറാച്ചി നിന്ന് കത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട. കറാച്ചി മാത്രമല്ല, ഇസ്ലാമാബാദ് പോയി, ലാഹോർ പോയി, സിയാൽകോട്ട് പോയി, കറാച്ചിയിൽ വമ്പൻ ആക്രമണം നടന്നു. അതിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായത് കറാച്ചി പോർട്ടിനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ കറാച്ചി പോർട്ടിൽ ആക്രമണം നടന്നു, INS വിക്രാന്ത് കറാച്ചി പോർട്ടിൽ കയറി മേഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ഉടനടി തന്നെ മാധ്യമങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്നു. കാരണം അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും പിന്നീട് ഉണ്ടായ റിപ്പോർട്ട്. INS വിക്രാന്തിന് നമ്മുടെ സർക്കാർ ഉത്തരവ് കൊടുത്തിട്ടില്ല, എന്തായാലും തയ്യാറായി നിൽക്കാൻ കൃത്യമായി പറയുന്നുണ്ട്. അടുത്ത ഊഴം നേവിയുടേതാണ് എന്ന് പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കറാച്ചി പോർട്ട് ട്രസ്റ്റ് ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് ഇപ്പോൾ ഒരു ട്വീറ്റ് വന്നിരിക്കുന്നത്. കറാച്ചി പോർട്ട് തകർന്ന് തരിപ്പണമായി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടിച്ച് തൂഫാനാക്കി കളഞ്ഞു കറാച്ചി പോർട്ടിനെ എന്നാണ് ഇവർ പറയുന്നത്. കറാച്ചി പോർട്ട് ഹാസ് സസ്റ്റെയിൻഡ് ഹെവി ഡാമേജ് ഫോളോയിങ് എ സ്ട്രൈക്ക് ബൈ ഇന്ത്യ റിസൾട്ടിംഗ് ഇൻ അൺഅക്സെപ്റ്റബിൾ ലോസ് ഓഫ് പ്രോപ്പർട്ടി. അതായത് കനത്ത നാശനഷ്ടം കറാച്ചി പോർട്ടിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ വമ്പൻ തിരിച്ചടിയിൽ എന്നാണ് ഈ കറാച്ചി പോർട്ട് ട്രസ്റ്റ് ഒഫീഷ്യൽ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഈ കറാച്ചി പോർട്ട് ട്രസ്റ്റ് ഒഫീഷ്യലിന്റെ വാർത്ത ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. എമർജൻസി റെസ്പോൺസ് efforts are underway. Updates on restoration will be provided regularly. We stand resilient എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്ന ഹാഷ്ടാഗിലാണ് ഇവർ ഈ ട്വീറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇമർജൻസി റെസ്പോൺസ് അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു. ഹെവി റെസ്റ്റോറേഷൻ കറാച്ചി പോർട്ടിൽ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെ കറാച്ചി പോർട്ട് ഈ ട്വീറ്റ് ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും കൊടുക്കുന്ന വാർത്തകൾക്ക് സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് പോലും സ്ഥിരീകരണമില്ലാത്തൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്. അവർ കൊടുത്ത വാർത്തകളിൽ ഏറ്റവും അവർ അക്കടി പറ്റിയത് ഈ കറാച്ചി പോർട്ടുമായി സംബന്ധിച്ച വാർത്തയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വലിയ രീതിയിലുള്ള ആരോപണം മാധ്യമങ്ങൾക്ക് നേരെ വന്നു, പ്രത്യേകിച്ച് മലയാളം സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് നേരെ വന്നു. എന്നാൽ ഇപ്പോൾ കറാച്ചി പോർട്ടിന്റെ ഒഫീഷ്യൽ ട്രസ്റ്റ് ട്വിറ്റർ ഹാൻഡിൽ തന്നെ സ്ഥിരീകരിക്കുകയാണ് കറാച്ചി പോർട്ടിന് നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത്. പക്ഷേ ഇതിൽ വേറൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കറാച്ചി പോർട്ടിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ഞങ്ങളല്ല ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്, അത് ഹാക്ക്ഡ് ആയി പോയി എന്നാണ് അവർ പറയുന്നത്. ഉടനെ തന്നെ ഈ ട്വീറ്റ് അവർ ഡിലീറ്റ് ചെയ്തു. അതായത് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ട്വീറ്റ് അവർ ഡിലീറ്റ് ചെയ്യുകയും ഞങ്ങളുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ കുറച്ചു നേരത്തേക്ക് ബ്ലോക്ക് ആയതാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, കറാച്ചി പോർട്ടിന് യാതൊരുവിധ ലോസും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ കറാച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ലോക്ക്ഡൌൺ ആണ്. കറാച്ചിയിലെ മാധ്യമങ്ങൾ, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള വാർത്ത അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഫുൾ പിക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ ഇനിയും ചിലപ്പോൾ മണിക്കൂറുകളിൽ കിട്ടും, ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കാം എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടം പാകിസ്ഥാൻ ഒരിക്കലും വിളിച്ചു പറയാൻ തയ്യാറാകില്ല. കാരണം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയ നാണക്കേടുണ്ടാകും പാകിസ്ഥാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. കറാച്ചി പോർട്ട് ട്രസ്റ്റ് പറയുന്നു ഞങ്ങളുടെ തുറമുഖം അടിച്ച് തകർത്തു എന്ന്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കറാച്ചി പോർട്ട് ട്രസ്റ്റ് കഴിഞ്ഞ് വീണ്ടും നിമിഷങ്ങൾക്കകം പറയുന്നു ഇല്ല, അത് തകർത്തിട്ടില്ല, ഇത് ഞങ്ങളുടെ ട്വിറ്ററിന് പറ്റിയ ഒരു പിഴവാണ്, അത് ഹാക്ക് ചെയ്തതാണെന്ന് പറയുന്നു. ഉടനെ തന്നെ തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നു. അതും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.